കോട്ടയം ജില്ലയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് കടന്നതായി ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറായ കളക്ടർ ചേതൻകുമാർ മീണ അറിയിച്ചു. വോട്ടിംഗ് യന്ത്രങ്ങൾ ഏറ്റുമാനൂരിലെ ജില്ലാ വെയർഹൌസിൽ നിന്നും ശനിയാഴ്ച മുതൽ ഡിസംബർ 1 വരെ ബ്ലോക്ക്, മുനിസിപ്പാലിറ്റി തലങ്ങളിലെ റിട്ടേണിംഗ് ഓഫീസർമാർക്ക് നൽകി തുടങ്ങും. ഡിസംബർ 3 മുതൽ 5 വരെ ബ്ലോക്ക്, മുനിസിപ്പൽ തലങ്ങളിലെ വിതരണ കേന്ദ്രങ്ങളിൽ വോട്ടിംഗ് യന്ത്രങ്ങളുടെ കമ്മീഷനിംഗ് നടക്കും. വോട്ടിംഗ് യന്ത്രത്തിന്റെ 1925 കൺട്രോൾ യൂണിറ്റുകളും 5775 ബാലറ്റ് യൂണിറ്റുകളുമാണ് ജില്ലയിൽ ആവശ്യമുള്ളത്. നിലവിൽ 3404 കൺട്രോൾ യൂണിറ്റുകളും 9516 ബാലറ്റ് യൂണിറ്റുകളും കമ്മീഷനിങ്ങിനായി സജ്ജമാക്കിയിട്ടുണ്ടെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. ആവശ്യമുള്ളതിനേക്കാൾ 40% പേരെ അധികമായി ഉൾപ്പെടുത്തിയാണ് നിലവിൽ പോളിംഗ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുള്ളത്. 20% പേരെ കൂടി ഒഴിവാക്കി 20% ജീവനക്കാരെ റിസർവായി നിലനിർത്തിക്കൊണ്ട് പോളിംഗ് ജീവനക്കാരുടെ അന്തിമ പട്ടിക നിർണ്ണയിക്കുന്നതിനുള്ള രണ്ടാം ഘട്ട റാൻഡമൈസേഷൻ ഡിസംബർ 2 നടക്കുമെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. നമുക്ക് ആദ്യത്തെ ഒരു BLOമാരുടെ പഞ്ചായത്തിൽ കൂടി ഡ്യൂട്ടി ആയിരുന്നു. പഞ്ചായത്ത് ഓഫീസറിന്റെ BLOമാരെ കൂടി അങ്ങനെ ഡ്യൂട്ടി ആയിരുന്നു. അത് നമുക്ക് എല്ലാവരുടെ ഉറപ്പാക്കി. കുറച്ച് RO സ്റ്റാഫിന്റെ പോളിംഗ് സ്റ്റേഷനിൽ പോളിംഗ് വേണ്ടിയിട്ട് ഡ്യൂട്ടി വന്നു. അതും എല്ലാം ഉറപ്പാക്കി. ഇപ്പോൾ അങ്ങനെ ഒന്നും പ്രശ്നമില്ല. ഇത് ഓൺഗോയിങ് പ്രൊസീജിയറാണ്. നമുക്ക് എന്തെങ്കിലും ഒരു ഈ റിക്വസ്റ്റ് വന്നപ്പോൾ നമുക്ക് ഉടനെ തന്നെ ഉറപ്പാക്കുന്നു. ബിക്കോസ് നമുക്ക് ഓൾറെഡി സഫിഷ്യൻറ്റ് 40% ഇനീഷ്യലായിട്ട് എക്സ്ട്രാ മെൻ പവർ എടുത്തായിരുന്നു. ബിക്കോസ് എവറി ഇയർ സച്ച് ഒരു ഡ്യൂപ്ലിക്കേഷൻ അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. സോ അങ്ങനെ ഒരു റിക്വസ്റ്റ് വന്നപ്പോൾ നമുക്ക് ഉടനെ തന്നെ അത് മാറ്റുന്നു. പ്രിസൈഡിംഗ് ഓഫീസർ, 1ാം പോളിംഗ് ഓഫീസർ, 2ാം പോളിംഗ് ഓഫീസർ, 3ാം പോളിംഗ് ഓഫീസർ എന്നീ ചുമതലകളിൽ 1925 ഉദ്യോഗസ്ഥരെയാണ് നിയോഗിക്കുന്നത്. ഓരോ വിഭാഗത്തിലും 385 ഉദ്യോഗസ്ഥരെ റിസർവായി ഉൾപ്പെടുത്തും. പോളിംഗ് ഉദ്യോഗസ്ഥർക്കുള്ള പരിശീലനം ബ്ലോക്ക്, പഞ്ചായത്ത്, നഗരസഭാ തലങ്ങളിൽ വെള്ളിയാഴ്ച പൂർത്തിയായി. ജില്ലയിൽ 60 സെൻസിറ്റീവ് പോളിംഗ് ബൂത്തുകളാണുള്ളതെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. ആകെ 1925 പോളിംഗ് ബൂത്തുകളാണ് ക്രമീകരിച്ചിട്ടുള്ളത്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ചിട്ടുള്ള തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം പാലിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിന് നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് CM ശ്രീജിത്ത്, തെരഞ്ഞെടുപ്പ് ഡെപ്യൂട്ടി കളക്ടർ ഷീബ മാത്യു, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ ജസ്റ്റിൻ ജോസഫ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം.